ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. ജാമ്യ ഹർജി തള്ളി തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി. പരാതി ഗുരുതരമാണെന്നും മുൻപും പ്രതി സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും കോടതി. തിങ്കളാഴ്ച സെഷൻസ് കോടതിയെ സമീപിക്കാൻ രാഹുൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് മുന്നിൽ. VSSC റിപ്പോർട്ട് കൈമാറിയത് കൊല്ലം വിജിലൻസ് കോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. कुछ दिन पहले ही केरला की राजधानी तिरुवनंतपुरम में भी पहली बार बीजेपी के मेयर बने हैं. ബംഗാളിൽ തിരുവനന്തപുരം നഗരസഭയിലെ വിജയം പരാമർശിച്ച പ്രധാനമന്ത്രി ജയിക്കില്ലെന്ന് കരുതിയ പലയിടങ്ങളിലും വലിയ ജയം നേടുന്നു. BJPയുടെ വികസന മോഡലിൽ ജനങ്ങൾക്ക് വിശ്വാസം. ബംഗാളിലും BJP അധികാരം പിടിക്കുമെന്ന് നരേന്ദ്രമോദി. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ട്രാക്കിലിറങ്ങി. ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി. സർവീസ് ഹൗറയ്ക്കും ഗുവാഹട്ടിക്കുമിടയിൽ. പശ്ചിമ ബംഗാളിലും അസമിനും കൈ നിറയെ പ്രഖ്യാപനങ്ങളുമായി മോദി. നവരസഭാവ നടന മോഹിനി ദിനി ദിനി പാദനാട്യ വിലാസിനി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. വീഡിയോ കോൺഫറൻസിലൂടെ മത്സരത്തിൽ പങ്കെടുത്ത ചരിത്രം കുറിച്ച സിയ ഫാത്തിമയ്ക്ക് A ഗ്രേഡ്. മേളയ്ക്ക് നാളെ കൊടിയിറക്കം. സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥി മോഹൻലാൽ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ച് തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി. രാഹുലിനെതിരെ ബലാത്സംഗ പരാതി നിലനിൽക്കുമെന്നാണ് ജാമ്യം തള്ളിയ വിധിയിലെ പരാമർശം. അതിജീവിതയ്ക്ക് ഭീഷണിയുണ്ടെന്നും പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. രാഹുലിന്റെ അറസ്റ്റ് നിയമപരമെന്നും വിധിയിലുണ്ട്. അതേസമയം ജാമ്യത്തിനായി സെഷൻസ് കോടതിയിൽ രാഹുൽ തിങ്കളാഴ്ച ഹർജി നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണെന്ന വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാധീനമുള്ളയാളാണ്, MLA ആണ്. രാഹുലിനെതിരെ പരാതി നൽകുന്ന ഇരകൾക്കെതിരെ വലിയ സൈബർ ആക്രമണവും അതുപോലെ തന്നെ ആ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുമാണ് രാഹുലിനും അയാൾക്കൊപ്പം നിൽക്കുന്നവർക്കും ഭാഗത്ത് നിന്ന് സ്ഥിരമായി ഉണ്ടാകുന്നത്. രാഹുലിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കം ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. രാഹുൽ അന്വേഷണവുമായി കാര്യമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ ജാമ്യം നൽകിയ രാഹുൽ പുറത്തു വന്നാൽ ഇരകളെ ഭീഷണിപ്പെടുത്തും, അവർക്ക് അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകാൻ സാധ്യത ഉണ്ടാകാം, ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കപ്പെടാം തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ജാമ്യ അപേക്ഷ കോടതി തള്ളിയത്. തിങ്കളാഴ്ച സെഷൻസ് കോടതിയിൽ രാഹുൽ ജാമ്യാപേക്ഷ നൽകും. ഏതായാലും രാഹുൽ അതുവരെയെങ്കിലും ജയിലിൽ തുടരേണ്ടി വരും. മറ്റ് രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യം നേടാൻ രാഹുലിന് കഴിഞ്ഞിരുന്നു. അന്വേഷണ സംഘത്തിനാകട്ടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതുമില്ല. പക്ഷേ ഈ കേസിൽ വളരെ രഹസ്യമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. വളരെ കൃത്യമായി രാഹുലിനെ ട്രേസ് ചെയ്ത് എവിടെയുണ്ടെന്ന് അറിഞ്ഞ ശേഷം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും രാഹുലിനെ പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും പരാതികൾ വരാനുണ്ടെന്ന് തന്നെയാണ് സർക്കാരും പ്രോസിക്യൂഷനും കരുതുന്നത്. കോൺഗ്രസ് പാർട്ടിയും അത്തരം വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രാഹുലിനെതിരെ പരാതി പറയാനുള്ള ഇരകൾ പോലും പരാതിയുമായി പുറത്തു വരാതിരിക്കാൻ, രംഗത്ത് വരാതിരിക്കാൻ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുലും ഒപ്പമുള്ള ആളുകളും. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഉറ്റ അനുയായി സഹായി ഫെനി നേനാൻ ചെയ്തതും അതുതന്നെയാണ്. അതുകൊണ്ട് രാഹുൽ പുറത്തിറങ്ങിയാൽ അത്തരം ഇരകൾക്ക് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അവർ ഭയത്തോടെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായി ആദ്യ കേസിലെ അതിജീവിത. ആശാസമരവേദിയിലെ രാഹുലിന്റെ പ്രസംഗമാണ് സ്റ്റാറ്റസ് ആക്കിയത്. അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ ഗതി പിടിച്ച ചരിത്രമില്ലെന്നാണ് രാഹുൽ എന്ന പ്രസംഗത്തിൽ പറയുന്നത്. ഇതിന് വെൽ സെഡ് എന്ന ക്യാപ്ഷനും അതിജീവിത നൽകിയിട്ടുണ്ട്. അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ, അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ, അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല, പുരാണത്തിലില്ല, ചരിത്രത്തിലില്ല, വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്
ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കോടതി. സീൽ ചെയ്ത കവറിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്നലെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT കോടതിയിൽ സമർപ്പിക്കും. 16 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ എന്നതിൽ വ്യക്തത വരുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമാണ്. പാളികളുടെ കാലപ്പഴക്കവും അതിലെ സ്വർണത്തിന്റെ അളവുമാണ് ശാസ്ത്രീയമായി പരിശോധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളിയായിരുന്നു ശബരിമലയിൽ നിന്നും എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വലിയൊരു ചോദ്യം. നിലവിൽ മൊഴികളുടെ അടിസ്ഥാനത്തിലും മറ്റും നിലനിൽക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ള തെളിവ് എന്ന് പറയാനുള്ളത്. പക്ഷേ ശബരിമലയിൽ നിന്നുള്ള ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ളയും കട്ടിലപ്പാളിയിൽ നിന്നും സ്വർണം എത്രത്തോളം വേർതിരിച്ചെടുത്തു, അതിൽ എത്രയൊക്കെ കൊള്ള നടത്തി എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഒരു ശാസ്ത്രീയ അടിത്തറ അല്ലെങ്കിൽ അതിനൊരു ശാസ്ത്രീയമായ ഒരു ഫലം ലഭിക്കണം എന്ന തരത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള രീതിയിലുള്ള, അതായത് സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള സ്വർണത്തിന്റെ അളവ് കണ്ടെത്താനുള്ള VSSCയിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നു. അതിന്റെ ശാസ്ത്രീയ ഫലം VSSC കോടതിക്ക് കൈമാറുന്നു. ഇന്ന് ആ കോടതി ഈ ഒരു പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഈ ഒരു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ എത്രത്തോളം സ്വർണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് നഷ്ടപ്പെട്ടത്, സ്മാർട്ട് ക്രിയേഷനിൽ ഇതിന് എന്തൊക്കെ പങ്ക് ഉണ്ടായിട്ടുണ്ട്, അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കാലപ്പഴക്കം അത് വളരെ പ്രധാനമാണ്. കാരണം ഒരു പുരാവസ്തു മൂല്യമുള്ള പല വസ്തുക്കളുമാണ്, അത് കട്ടിലപ്പാളി ആയാലും ദ്വാരപാലക ശില്പമാണെങ്കിലും ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടാണ് അതിൽ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇത് കൈമാറ്റം ചെയ്തിട്ടുണ്ടോ, മറ്റൊരു സ്വർണ്ണപ്പാളിയാണോ തിരിച്ചു വന്നിട്ടുള്ളത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാളി അടക്കം മുഴുവനായി ഇവർ കൊള്ള നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ഒരു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വരും. ഈ ഒരു അന്വേഷണത്തിന്റെ പരിശോധനാ ഫലത്തിന്റെ അടക്കമുള്ള പുരോഗതി, അന്വേഷണ പുരോഗതി വരുന്ന തിങ്കളാഴ്ച ഹൈക്കോടതിയെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ധരിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി മറ്റ് പുരോഗമനം എന്ന് പറയുന്നത് വാജിവാഹനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്തെ ബോർഡിനെ അടക്കം അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും കൃത്യമായി നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്കെടുക്കുക, അത് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് കൈമാറിപ്പോയിട്ടുണ്ട്, ഇതിൽ അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘത്തിന്റെ പങ്കുണ്ടോ, ഒപ്പം സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടു പോയത്, ഈ കട്ടിളപ്പാളി തന്നെ മൊത്തമായി ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു പാളിയാണോ ഇവിടേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇനിയാണ് അന്വേഷണ സംഘത്തിന് ഉത്തരം ലഭിക്കുക. ഇതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്തെ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ആശുപത്രി മാറ്റം. ജയിൽ ഉദ്യോഗസ്ഥർ എത്തിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് കാലത്തെ കാര്യവും അന്വേഷിക്കട്ടെ, അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്ത് വിജിലൻസ്. 13-നാണ് കോൺഗ്രസ് MLAയെ വിജിലൻസ് ചോദ്യം ചെയ്തത്. കയ്യേറ്റത്തിൽ കുഴൽനാടനെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. 2021-ലാണ് 3 ആധാരങ്ങളിലായി ചിന്നക്കനാലിൽ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്യു കുഴൽനാടൻ്റെയും പത്തനംതിട്ട സ്വദേശിയായ മറ്റു രണ്ടുപേരുടെയും പേരിൽ വാങ്ങിയത്. ഇത് സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയെന്നാണ് മാത്യു കുഴൽനാടനെതിരെ ഉയർന്ന ആരോപണം. എന്നാൽ രാഷ്ട്രീയ നീക്കമെന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ ആദ്യഘട്ടം മുതൽ പ്രതിരോധിച്ചിരുന്നു. എന്നാൽ പിന്നീട് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തുകയും കുഴൽനാടൻ ഭൂമി കയ്യേറി എന്ന ആരോപണം ശരിവെക്കുകയും ചെയ്തു. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിക്ക് പരാതിയിലാണ് ആദ്യം അന്വേഷണം ആരംഭിച്ചത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ 21 പ്രതികളാണ് ഈ കേസിലുള്ളത്. കുഴൽനാടൻ 16-ാം പ്രതിയാണ്. ക്രമവിരുദ്ധമായി വാങ്ങിയ ഭൂമിയാണ്, ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ച് ഉള്ള ഇടപാടല്ല എന്നറിഞ്ഞിട്ട് കൂടിയും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നാണ് കുഴൽനാടനുള്ള പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ റവന്യൂ വകുപ്പ് അന്വേഷിക്കുകയും മാത്യു കുഴൽനാടൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് കുഴൽനാടനെ 13-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്ത് വിജിലൻസ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇപ്പോഴും നേരത്തെയുള്ള നിലപാട് തന്നെയാണ് കുഴൽനാടൻ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം തന്നെയാണ് കുഴൽനാടൻ ഈ ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രിലിമിനറി എൻക്വയറി നടന്ന കേസാണ്. ഇടുക്കി യൂണിറ്റാണ് പ്രിലിമിനറി എൻക്വയറി നടന്നത്.
അതിനുശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും പേരെ ചോദ്യം ചെയ്തു എന്ന് കേട്ടെങ്കിലും മറ്റ് നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത നിലയ്ക്ക് എന്തെങ്കിലും നടപടികൾ ഫാസ്റ്റായിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു സൂചന എനിക്കും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ അതിനോട് സഹകരിച്ചിട്ടുണ്ട്, പറയാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിജിലൻസിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു, പറയാനുള്ള മറുപടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുഴൽനാടനെതിരെ കോൺഗ്രസ് എംഎൽഎക്കെതിരെയുള്ള നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാനാകും കോൺഗ്രസ് തീരുമാനിക്കുക. അതുതന്നെയാണ് കുഴൽനാടനെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ബംഗാളിലെ റാലിയിൽ തിരുവനന്തപുരം നഗരസഭയിലെ വിജയം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യമായി ബിജെപിക്ക് മേയർ ഉണ്ടായിരിക്കുന്നു. ജയിക്കില്ലെന്ന് കരുതിയ പലയിടങ്ങളിലും ബിജെപി വലിയ വിജയമാണ് നേടുന്നതെന്നും രാജ്യത്തെ ജനങ്ങൾ ബിജെപിയുടെ വികസന മോഡലിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് റാലിയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ പാവങ്ങൾക്കായി അയക്കുന്ന പണം തൃണമൂൽ കവർച്ച ചെയ്യുകയാണെന്നും അവർ ബംഗാളിലെ ജനങ്ങളുടെ ശത്രുവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. केरला की राजधानी तिरुवनंतपुरम में भी पहली बार बीजेपी के मेयर बने हैं। यानी जहां कभी बीजेपी के लिए चुनाव जीतना असंभव माना जाता था, वहां भी आज बीजेपी को अभूतपूर्व समर्थन मिल रहा है. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഹൗറയും ഗുവാഹട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ചരിത്ര പ്രധാന ട്രെയിൻ പശ്ചിമബംഗാളിലെ മാൽഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ട്രെയിനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഉറക്കവും ഒപ്പം മെച്ചപ്പെട്ട യാത്രാനുഭവവും ഉണ്ടാകും. ട്രെയിൻ സർവീസിനൊപ്പം 3000 കോടിയിലധികം രൂപയുടെ റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാളിനായി 12-ലധികം പുതിയ ട്രെയിൻ സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂരിൽ കലാപൂരം. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കണ്ണൂർ 842 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്. 834 പോയിന്റുമായി കോഴിക്കോട് തൊട്ടുപിന്നിലുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ള തൃശൂരിന് 832 പോയിന്റാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇനി കലാശക്കൊട്ടാണ്. പൂരത്തിന്റെ ഭാഷയിലാണെങ്കിൽ ഏതാണ്ട് കുടമാറ്റത്തിലേക്കൊക്കെ കടക്കാറായി കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ ബാക്കിയുള്ളത്? ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മൈതാനത്ത്, തേക്കിൻകാട് മൈതാനം നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒന്നാമത്തെ വേദി, ഈ ശംഖുപുഷ്പം, അവിടെ ഇപ്പോൾ നാടോടി നൃത്തം നടക്കുകയാണ്. അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത അത്ര തിരക്കാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആളുകൾ നിന്നൊക്കെയാണ് കാണുന്നത്. അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അത്രയേറെ ജനസാഗരമായിരിക്കുകയാണ് തൃശ്ശൂര്. നാളെ ഇനി മോഹൻലാൽ വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയേണ്ടതില്ല. അത്രയേറെ തിരക്കായിരിക്കും. ഒരു ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു കുടമാറ്റത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയേറെ തിരക്കാണ്. ഇനി നാളെ ഈ സമാപന സമയത്ത് കൂടി എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ തൃശൂർ നഗരം നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുന്നു. എല്ലാ വേദികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാട്ടോ. നാളെ ഇന്നോടുകൂടി ഈ ഗ്ലാമർ ഇനങ്ങളെല്ലാം തന്നെ അവസാനിക്കും. നാളെ ഇപ്പോൾ ബാൻഡ് മേളം മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാ ഗ്ലാമർ പരിപാടികളുമെല്ലാം അവസാനിച്ചിരിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരും കോഴിക്കോടും തമ്മിൽ. കണ്ണൂരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി അറിയാം ആരാണ് സ്വർണ്ണ കപ്പുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്നത്. അത്ര വാശിയേറിയ പോരാട്ടം തന്നെയാണ് 25 വേദികളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില വേദികളിലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. 1-2 പെർഫോമൻസ് കൂടി കഴിഞ്ഞാൽ അത് അവസാനിക്കും. എന്നോടൊപ്പം ഒരു കൊച്ചു മിടുക്കൻ കൂടിയുണ്ട്. അവൻ പാടകം എന്ന മത്സര ഇനത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങിയ സിദ്ധാർത്ഥ്, തൃശ്ശൂർ സ്വദേശിയാണ്, പേരാമംഗലം സ്വദേശിയാണ്. മോനെ, എന്താണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പാടകത്തെക്കുറിച്ചൊന്ന് പറയുന്നത്?
പാഠകം കൂത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കലയാണ്. പക്ഷെ ഇന്ന് പലവരും അതിനെ അറിയണില്ല. ഇന്ന് അധികം ആൾക്കാർ അറിയണില്ല ആ കലയെ കുറിച്ചിട്ട്. ഇതെങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത്? മുത്തശ്ശിയാണെന്ന് പറഞ്ഞു അല്ലെ? മുത്തശ്ശിയാണെന്ന് പഠിപ്പിച്ചതല്ല, മുത്തശ്ശിയാണ് ഇവര് പറഞ്ഞു കൊടുത്ത സംസ്കൃത അധ്യാപികയായിരുന്നു. ഞാനൊരു സംസ്കൃത അധ്യാപികയായിരുന്നു, അതുകൊണ്ട് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതായത് സംസ്കൃതം ചൊല്ലി അത് മലയാളത്തിലേക്ക് വിവർത്തനം വ്യാഖ്യാനിക്കണം. അതാണ്. നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ആരാണോ എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് യാവനൊരുത്തൻ ഇവന് പ്രത്യുദ്ധാനത്തെ ചെയ്യുന്നുവോ, ഇരുന്ന സ്ഥലത്ത് നിന്നെഴുന്നേറ്റ് ഇവനെ ആദരിക്കാൻ പുറപ്പെടുന്നത് മേദണ്ഡ്യ, അവനെ ഞാൻ ശിക്ഷിക്കും. ഈ ശിക്ഷ എന്നൊക്കെ പറഞ്ഞപ്പോ അത്ര പരിഭ്രമിക്കാനുണ്ടോ? കുറച്ചു കാലം കാരാഗ്രഹത്തിൽ ഒറ്റ കിടക്കേണ്ടി വരും. ഇപ്പൊ പുറത്തേക്കാളും സുഖകത്താന്നാ കേൾക്കണേ. അനവധി കേമന്മാരകത്ത് കിടക്കണ്ടല്ലോ. പണ്ട് ഭരിച്ചേർന്നവരുൾപ്പെടെ ഇനി അനവധി കേമന്മാരങ്ങനെ പോവാനുണ്ടെന്നാ കേൾക്കണേ. അപ്പൊ കാരാഗ്രഹവാസം പരിഭ്രമിക്കണ്ട എന്നാണെങ്കിൽ അതല്ല എന്റെ ശിക്ഷ. പിന്നെയോ മുക്കാലി കെട്ടി ചമ്മട്ടി കൊണ്ടുള്ള അടിയാവും. അതുമല്ല എന്റെ ശിക്ഷ. ദ്രവ്യം കൊണ്ടുള്ള ശിക്ഷയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ആരാണോ എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരണ സമയത്ത് അവനെ ആദരിക്കാൻ പുറപ്പെടുന്നത് മേ സുവർണം ദസ്യതി, അവരെനിക്ക് സുവർണം തരണം. എന്നാലും ചിലവരൊക്കെ എണീക്കും, വല്ല കാൽപ്പണത്തൂക്കോ അരപ്പണത്തൂക്കോ ഒറ്റ കൊടുത്ത് കാര്യം സാധിക്കാന്ന് വിചാരിക്കും. പക്ഷെ അതിനും ഞാൻ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താ അത് എന്നാണെങ്കിൽ ഭാരദ്വാദശകേന മിതം സുവർണം ദാസ്യതി, അവരോരോരുത്തരും എനിക്ക് 12 ഭാരം വീതം സ്വർണം തരണം. ഈ 12 ഭാരം വീതം സ്വർണം എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യായുസ് കൊണ്ട് സമ്പാദിക്കാൻ പറ്റണതാണോ ഈ 12 ഭാരം വീതം സ്വർണം? ഇത്രയ്ക്കും ചെറിയൊരു തെറ്റിന് ഇത്രയ്ക്കും കഠിനായിട്ടുള്ളൊരു ശിക്ഷയോ എന്നാണെങ്കിൽ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരണ സമയത്ത് എണീറ്റു എന്നതിനല്ല ഈ ശിക്ഷ. പിന്നെയോ ജഗത്യാം ശാസന നിരാകർത്ത, ജഗത്തിങ്കൽ ശാസനയെ നിരാകരിക്കുന്നതിലാണ് ഈ ശിക്ഷ. നല്ല രസമുണ്ടായിരുന്നു മോന്റെ ആ പറയുന്ന ഒരു കൂത്തിന്റെ അല്ലെ ആ ഒരു ഭാഷയും അല്ലെ കൂത്തിന്റെ ഒരു പോലെ തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനാ ചടങ്ങുകളില്ല, ഈ ഒരു ഏതാണ്ട് അതേ മോഡൽ തന്നെയാണ്. അപ്പൊ ഇതിനു വേണ്ടി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ മോൻ ഇത് പഠിച്ചെടുത്തത്? അതെ, ഞാനൊരു 4 മാസമായിട്ടുള്ളൂ ഇതിനെ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. മുത്തശ്ശി തന്നെയാണ് മുഴുവനും പഠിപ്പിച്ചെടുത്തത്? മുത്തശ്ശി തന്നെയാണ് പഠിപ്പിച്ചത്. ഇടയ്ക്ക് അമ്മന്നൂര് മാധവൻ ചാക്യാരുടെ അടുത്ത് പോയിട്ട് അതിനെ ഒന്നും കൂടി ശൈലി നന്നാക്കി. ചാക്യാരുടെ ശൈലി വരാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയാണ്. അതെ, തീർച്ചയായിട്ടും. ഇതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൂത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൈ ചൂണ്ടരുത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. വെച്ചാൽ പ്രത്യക്ഷമായിട്ട് ഒരാളെ ആക്ഷേപിക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. വെച്ചാൽ അതില് ഈ കാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു വലിയൊരു പ്രത്യേകതയുള്ളതാണ്. ഒരു ക്ഷേത്ര കലാരൂപമായിട്ടാണ് അതിന്റെ പ്രാധാന്യം. വളരെ മനോഹരമായിട്ടാണ് ഈ കൊച്ചുമിടുക്കൻ ഇത് അവതരിപ്പിച്ചത്. എന്തായാലും ശ്രീജ, ഇതുപോലെയുള്ള പല കലാരൂപങ്ങളും പല മത്സരങ്ങളും എല്ലാ വേദികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് തൃശ്ശൂര് ഇന്നത്തെ രാത്രി ഉറങ്ങില്ല, അത്രയേറെ ഉണർന്ന് തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുക. അത്രയേറെ ആഘോഷവും ആഹ്ലാദവും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആളുകളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഇവിടെ വരികയും സെൽഫി എടുക്കുക. എവിടെന്നാ വരുന്നത്? തൃശ്ശൂർ. എങ്ങനെയുണ്ട് കലോത്സവം? ഗംഭീരം. തൃശ്ശൂർക്കാർക്ക് ഇതൊന്നും പുത്തരിയല്ല, ആഘോഷങ്ങൾ. ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെയാണ്. ഹായ്, അവന്റെ പേര് പറ. എങ്ങനെയുണ്ട് ഇവിടത്തെ? തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ 2ാമത്തെ ഉത്സവമാണ് ഇവിടെ. ഏറ്റവും ഗംഭീരം. ഇത്രയും ജനസഹസ്രങ്ങൾ ഇവിടെ വന്ന് കാണുന്നത് കണ്ടില്ലേ? 25 വേദികളിലാണ് ഇത്രയും ജനങ്ങള് കൂടി നിൽക്കുന്നത്. ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം, അതിഗംഭീരം. അതിഗംഭീരം തന്നെയാണ്. ഒരു കലോത്സവ പൂരം തന്നെയാണ് തൃശ്ശൂർ നഗരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, കലോത്സവത്തിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളിലൊന്നാണ് നാടക മത്സരം. വലിയ
ജനക്കൂട്ടം തന്നെ രാവിലെ തൊട്ട് എപ്പോഴും നാടക മത്സരങ്ങൾ കാണാനായി എത്താറുണ്ട്. നാടകവേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് എന്താ പറ്റിയേ? നെറ്റിയിലൊക്കെ മുറിവുണ്ടല്ലോ. നല്ല കാലത്ത് എന്റെ ഈ ശരീരം പോറ്റി ഈ ശരീരത്തെ പോറ്റാനേ ഞാൻ പാടുപെടുക. കുറെ ആളുകള് എന്റെ ഈ കുറ്റിക്കാട്ടില് കൊണ്ടിട്ട് എന്റെ കാശും ഉടുതുണി പോലും പറിച്ചുണ്ടോയി. അങ്ങനെ അവസാനം ഞാൻ ഈ മാതാവിന്റെ പിറകില് ആരും കാണാണ്ടോടിച്ച് കുഞ്ഞാമിനത്തവാ നമുക്ക് മക്തല്ല ഭവനത്തിലേക്ക് പോവാം. ഒരു തുണിയിലും വല്ലാത്ത വിശപ്പുണ്ട്. ഉണ്ണാനും ഉടുക്കാനും തരാം. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി വീഡിയോ കോൺഫറൻസിലൂടെ മത്സരത്തിൽ ഒരു വിദ്യാർത്ഥിനി പങ്കെടുത്തു. കാസർഗോഡ് പടന്ന VKP KHMM RVHSSലെ വിദ്യാർത്ഥിനി സിയ ഫാത്തിമയാണ് ഓൺലൈനിലൂടെ അറബിക് പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുത്തത്. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം പിടിപെട്ട വീട്ടിൽ ക്വാറന്റീനിലായിരുന്നു സിയ മത്സരത്തിൽ A ഗ്രേഡും നേടി. കലോത്സവ ചരിത്രത്തിലെ തന്നെ അസാധാരണ കാഴ്ചയ്ക്കായിരുന്നു വേദി 17 മുല്ലപ്പൂ സാക്ഷ്യം വഹിച്ചത്. സിയ ഫാത്തിമയ്ക്കായി കലോത്സവ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം മാറ്റിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്ക് സിയ എഴുതിയ വൈകാരിക കുറിപ്പാണ് ചരിത്ര നിമിഷത്തിന് കാരണമായത്. മത്സരം കാണാൻ മന്ത്രിമാരുമെത്തി. കുട്ടിയുടെ അവസ്ഥയാണ് ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചത്. ആ കുട്ടിയുടെ ഒരു മന്ത്രിക്കുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് ഹൃദയഭേദകമാണ്. അവനിതിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. നമ്മൾ വിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം കൊടുത്തു. അവിടുത്തെ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കളക്ടർ, പിന്നെ ബന്ധപ്പെട്ടവരുടെ എല്ലാം റിപ്പോർട്ട് വാങ്ങിയ ശേഷം അവർ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നു. 7 നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മത്സരം നടത്താൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചരിത്രത്തിലാദ്യം മാനവികതയുടെ മഹോത്സവമാണ് കലോത്സവം എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്താനുള്ളൊരവസരം. നന്മകളുടെ ഉറവിടങ്ങൾ വറ്റിപ്പോയിട്ടില്ലെന്ന് ലോകത്തിനോട് നെഞ്ചുയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് മനുഷ്യന് പറയാൻ പറ്റുന്നൊരവസരം. ചട്ടങ്ങളും നിയമങ്ങളും ചെകുത്താനും ഓടിക്കുന്ന കുരിശല്ല, അത് മാനവികതയ്ക്ക് മുമ്പിൽ വഴിമാറാൻ കഴിയുന്ന ഒരു ഇനമാണ് എന്ന് ഉത്തരവാദ കലോത്സവത്തിലൂടെ ലോകത്തിനോട് പ്രഖ്യാപിക്കാം. 57ാമത്തെ കലോത്സവം ഏതാണ്ട് 6 പതിറ്റാണ്ട് തികയാൻ പോകുമ്പോൾ ലിഖിതമായ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, ഇനി കീഴ്വഴക്കമാകാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരനുഭവം. 1 മാസക്കാലം മുമ്പ് നേരിട്ട് പോയ ഒരു കുട്ടി ഇനി ക്വാറന്റൈനിലാണെന്ന് കാണിച്ചൊരു കത്തിന് മുമ്പിൽ നിയമം വാതിൽ കൊട്ടിയടക്കില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു അനുഭവം. ജീവൻ അപകടത്തിലായ വാസ്കുലൈറ്റിസ് രോഗത്തെ തുടർന്ന് കാസർകോട്ടെ വീട്ടിലെ മുറിയിൽ സിയ ഐസൊലേഷനിലാണ്. വലത് കൈവിരലിലെ രക്തയോട്ടം തടസ്സപ്പെട്ടു. ശരീരം കാർന്നു തിന്നുന്ന വേദനയ്ക്കിടയിലാണ് മത്സരത്തിൽ സിയ പങ്കെടുത്തത്. മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നവർക്ക് സിയയുടെ കുടുംബം നന്ദി പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. കലോത്സവ വേദിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തൃശൂർ ACPക്ക് ഒരു സമ്മാനമെത്തി. പേരാമംഗലം സ്വദേശി അതുല്യാണ് മാസങ്ങൾക്ക് മുൻപ് വരച്ച ചിത്രം ACP സലീഷിന് നൽകിയത്. ചെറിയ പ്രായം മുതൽ കേൾവിക്കുറവുള്ള അതുല്യയുടെ കഥ ആരുടെയും കരളലിയിക്കുന്നതാണ്. പേരാമംഗലത്തെ യുവതാര ക്ലബ്ബ് അതുല്യയ്ക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്. ഇന്ന് കലോത്സവ വേദിയിൽ ഒരു മനോഹരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തൃശ്ശൂരിലെ ACPക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ച് നൽകുകയാണ് അതുല്യ എന്ന ഒരു കലാകാരി. അതുല്യ കുറച്ച് കേൾവിക്ക് പ്രശ്നമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ സനീഷ് സാറിൻ്റെ ഫോട്ടോ കാണുവാനും അത് വരയ്ക്കാനുമുള്ളൊരു സാഹചര്യമുണ്ടായി. അത് നേരിട്ട് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു അതുല്യയ്ക്ക് ആഗ്രഹം. അങ്ങനെ അത് ഈ കലോത്സവ വേദിയിൽ വെച്ച് സാധിക്കുകയാണ്. സാർ ഇത് അറിഞ്ഞിരുന്നു അതുല്യ പടം വരച്ചത്? എനിക്കറിയാമായിരുന്നു. ഞാൻ ഇവരുടെ ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് കഴിഞ്ഞ വർഷം തൃശ്ശൂർ ACP ആയിരുന്ന സമയത്ത് സമ്മതിച്ച.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഡ്യൂട്ടി വന്നതുകൊണ്ട് അന്ന് എനിക്കങ്ങോട്ട് ചെല്ലാൻ സാധിച്ചില്ല. അന്ന് എനിക്ക് തരാൻ വേണ്ടി അന്ന് വരച്ച സാധനമാണത്. ഇപ്പോഴാണ് ഇതിനൊരു സമയം വന്നത്. എന്തായാലും നമുക്ക് ആ ചിത്രം ഒന്ന് സാറിന് കൊടുക്കാം. സാർ അതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. എന്തായാലും വടക്കുന്നാഥന്റെ മണ്ണിൽ വെച്ച് ആ ചിത്രം സാറിന് വാങ്ങാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. ഒരു കൈകൊടി കൊടുക്കാം അല്ലേ? വളരെ മനോഹരമായിട്ടാണ് അതുല്യ സനീഷ് സാറിന്റെ ചിത്രം വരച്ചത്. അത് ഫ്രെയിം ചെയ്ത് മനോഹരമാക്കി കൊണ്ടുവരികയും ചെയ്തു. അതുല്യ കേസ്. അതെ അതെ, ഈ കലോത്സവ വേദിയിൽ എവിടെ നോക്കിയാലും കലാകാർ തന്നെയാണ്. പോലീസിലെ ഇടയിലെ കലാകാരന്മാരെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും ഒറ്റ ദിവസം കൊണ്ടാണ് അതുല്യ ഈ ചിത്രം വരച്ചത്. ഇതിനു മുൻപ് സാറിന് കൊടുക്കാൻ സാധിച്ചില്ല, പക്ഷെ ഇപ്പോഴാണ് ആ ചിത്രം കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളൊരു വലിയ സന്തോഷം കൂടിയുണ്ട്. അതുല്യയുടെ അമ്മയോട് നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ ചോദിക്കാം. അതുല്യക്ക് ഇതാണ് നിയോഗം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കലയാണ് ലഹരി എന്ന് പറയുന്ന ആപ്തവാക്യത്തിൽ തൃശ്ശൂർ ജില്ലാ പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ വെച്ചാണ് ഇത് തരുന്നത് എന്നുള്ളത് ഇതിന്റെ മാറ്റ് കൂട്ടുന്നുണ്ട്. തീർച്ചയായും സാർ. അതെ, അതാണ് നിമിത്തം. ഇത് അതുല്യക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതുല്യയുടെ അമ്മയോട് തന്നെ ചോദിക്കാം. രണ്ടാം വയസ്സ് മുതൽ അതുല്യ ജനനം തൊട്ട് തന്നെ കേൾവിയില്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെ 2.5 വയസ്സിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തിട്ട് അങ്ങനെയാണ് അവൾ കേട്ടു തുടങ്ങിയത്. പിന്നെ 14 വയസ്സ് വരെ കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ആ ഇംപ്ലാന്റ് ചെയ്ത മെഷീൻ ഓഫായി. അതെന്താണെന്നുള്ളത് കമ്പനിക്കും ഡോക്ടർമാർക്കും ഒന്നും അറിയണില്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ തീരെ കേൾക്കണില്ല. മെഷീൻ വെച്ച് കഴിഞ്ഞാലും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഇവൾക്ക് ആകെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ പഠിക്കാൻ തീരെ പറ്റാണ്ടായി പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ വെക്കേഷനിലൊക്കെ ഇരുന്ന് വരച്ചിട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെയൊക്കെ വരച്ചിട്ട് 2 വർഷം ആയി. പിന്നെ ഇപ്പോൾ ആളതായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവളെ തലയിലൊരു കുഴപ്പമില്ല, ഈ മെഷീനൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ എന്താണ് അത് അങ്ങനെ ഓഫായി പോകണമെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കമ്പനി ഓസ്ട്രേലിയൻ കമ്പനി ബാംഗ്ലൂരൊക്കെയാണ്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മെഷീൻ ഇപ്പോഴും തലയുടെ ഉള്ളിലുണ്ട്. മെഷീൻ തലയുടെ ഉള്ളിലുണ്ട്. അത് വെച്ചാലും കമ്പനിക്കാർ വരുന്നുണ്ട് ഇവിടെ. അവർ വന്നിട്ട് എറണാകുളത്ത് വരും, അല്ലെങ്കിൽ തൃശ്ശൂർ വരും. അങ്ങനെ വന്നിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾ പൂങ്കുന്നത്തെ എഫാത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് അതിൻ്റെ ഓഡിയോളജിസ്റ്റ്. കേൾക്കാണ്ടായിട്ട് 2 വർഷമായി ഇപ്പോൾ. ഇല്ലില്ല, അങ്ങനെ പോയില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ ഇവൾക്ക് യോജിച്ചിട്ട് നിൽക്കണം. ഇല്ല, ചെയ്ത് 14 വർഷം കേട്ടു. 14 വർഷം കേട്ടു. 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാം കഴിഞ്ഞു, അതുവരെയും കേട്ടു. എന്നിട്ട് പിന്നെ അവൾ പറഞ്ഞു ഞാൻ എക്സാം എഴുതണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞ എക്സാമിന് മോഡലിന് നല്ല മാർക്കുള്ളതാണ്, അപ്പോൾ അത് കാരണം എഴുതാതിരിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ എക്സാം എഴുതി 8A+ഉം 2A ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ അവൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് +1 +2 75% മാർക്ക് ഉണ്ട്. വീണ്ടും സർജറി ഒക്കെ ചെയ്തു. 2 സർജറി ചെയ്തു, എന്നിട്ടും ശരിയാവണില്ല. അവർ നോക്കുന്നുണ്ട്. ഇനി സർജറിയുടെ ആവശ്യമില്ല. പക്ഷെ ആ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയെങ്കിലും അത് ശരിയായി വരണം. അതിനവരാവുന്നത് നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയെന്ന്. പക്ഷെ അവൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ BA സോഷ്യോളജി PSC ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇഗ്നോ സ്റ്റഡിയാണ്. അല്ലാണ്ട് പോയിരുന്നിട്ട് പഠിച്ചിട്ട് അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് അതെ വടക്കുന്നാഥൻ അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചിത്രം വരച്ചിട്ട് കൊടുക്കാൻ പറ്റിയതിന് താങ്ക് യു ഉണ്ട്. സന്തോഷമായി എന്ന് പറയും. സന്തോഷമായി. എന്തായാലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കല്ലായിരുന്നു. ഇത് കൊടുക്കാൻ പറ്റില്ല, ഓർക്കാൻ പറ്റില്ല, ടെൻഷനായിരുന്നു. ഇപ്പോൾ കൊടുത്തപ്പോൾ സന്തോഷമായി. എന്തായാലും അമ്മ പറയുന്ന കേട്ടല്ലേ, അമ്മ ചുണ്ടനക്കുന്ന കേട്ടിട്ടാണ് അതുല്യക്ക് മനസ്സിലാകുന്നത്. അതുല്യയെ സഹായിക്കാൻ അല്ലെങ്കിൽ അതുല്യക്ക് ഈ പിന്തുണയുമായി ഒരുപാട് ആളുകളും ഇവിടെ ചേരുന്നുണ്ട്. അതുല്യയുടെ ജ്യേഷ്ഠനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയും. അതായത് അവിടെ തട്ടകാണ് നമ്മുടെ വലിയ ആനയ്ക്കുള്ള രാമചന്ദ്രൻ ആനയ്ക്കുള്ളത് അറിയാമല്ലോ, രക്ഷയിലേറ്റ്.
അപ്പോൾ നമ്മുടെ തട്ടകത്ത് വെച്ചിട്ട് യുവതാര എന്ന് പറഞ്ഞ ക്ലബ്ബ് നടത്തുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നേരത്താണ് സാറ്. ഞാനടക്കം ആ വേദിയിലുള്ളതാണ്. അന്നാണ് സാറിന് വരാൻ പറ്റാണ്ടായത്. അന്ന് കുട്ടി വരച്ചവിടെ കൊണ്ടുവന്നു. സാറിന് വേണ്ടി ഞാൻ ഏറ്റുവാങ്ങി പിന്നീട് സാറ് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ക്ലബ്ബ് എല്ലാ വർഷവും ഓണാഘോഷം സംഘടിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളെ കൊണ്ടുവരും. ഇവരെ പ്രാവശ്യം പ്രയോറിറ്റി കൊടുത്ത് സാറിനായിരുന്നു. സാറിന് അങ്ങോട്ട് വരാൻ പറ്റിയില്ല, പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. കുട്ടി ടെൻഷനിലായിരുന്നു. കാരണം ഇത് ഒരാൾക്ക് വരച്ചിട്ട് നന്നാവും ചെയ്തത്. ഏറ്റവും ആൾ വരച്ചാൽ തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ വന്നതാണ്. കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. സാറാണെങ്കിൽ എല്ലാവരും കൂടി ഒത്തു ചേർന്ന് അങ്ങനത്തെ നല്ലൊരു വേദി കിട്ടാൻ വേണ്ടിയിട്ടാവും നേരം വെക്കുണ്ടാവുക. അതാണ് കേസ്. അപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ന്യൂസ് 8ക്കും കഴിഞ്ഞു എന്നുള്ളത് ഇരട്ടി സന്തോഷമാകുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുല്യ ചിത്രരചന പഠിച്ചിട്ടില്ല, പക്ഷേ വളരെ മനോഹരമായിട്ടാണ് സനീഷ് സാറിൻ്റെ ചിത്രം വരച്ച് അത് സാറിന് കൈമാറിയത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശ്ശൂർ. ആത്മീയ ഗുണം ലഭിക്കുമെന്ന വിശ്വാസം കാരണമാണ് ദളിത് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുന്നതെന്ന് മധ്യപ്രദേശ് കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ബറയ്യ. സുന്ദരികളിൽ ആകൃഷ്ടനായാണ് പുരുഷൻ ബലാത്സംഗം ചെയ്യുന്നതെന്നും എന്നാൽ ദളിത് സ്ത്രീകൾ സുന്ദരികളല്ലെന്നും ഇയാൾ പറഞ്ഞു. പരാമർശം വിവാദമായതിനെ തുടർന്ന് ഫൂൽ സിംഗിന്റെ പ്രസ്താവന തള്ളിയ കോൺഗ്രസ് നേതൃത്വം MLAക്കെതിരെ കടുത്ത എതിർപ്പുമായി രംഗത്തെത്തി. LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസ് എം അധികം സീറ്റ് ചോദിച്ചത് സമ്മർദ്ദ തന്ത്രമെന്ന് വിലയിരുത്തൽ. വിവാദങ്ങൾക്ക് മുൻപ് വരെ 13 സീറ്റാണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം 15 സീറ്റ് വേണമെന്ന നിലപാടിലാണ് ജോസ് കെ മാണി. അതേസമയം ജോസ് കെ മാണിയുടെ ആവശ്യത്തോട് CPM എങ്ങനെ പ്രതികരിക്കും എന്നത് നിർണായകമാണ്. കേരള കോൺഗ്രസുമായി നിൽക്കുന്ന മുന്നണി മാറ്റ വിവാദങ്ങൾക്ക് തൊട്ടു മുൻപ് വരെ ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ചിരുന്നത് 13 സീറ്റുകൾ വേണം എന്നുള്ളതാണ്. ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് 15 സീറ്റ് എന്ന ആവശ്യവുമായി ജോസ് കെ മാണി മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ഡിമാൻഡ് കൂടി എന്ന നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി തങ്ങൾക്ക് സീറ്റ് 15 എന്ന നിലയിലേക്ക് എത്തുന്നത്. ഫലത്തിലൊരു സമ്മർദ്ദ രാഷ്ട്രീയമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനകം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. 13 സീറ്റ് നൽകിയെങ്കിലും കുറ്റ്യാടി സീറ്റ് ഒടുവിൽ CPMലെ പ്രാദേശിക തർക്കങ്ങളെ തുടർന്ന് വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ 12 സീറ്റ് കൊടുത്തെങ്കിൽ മത്സരിച്ചെങ്കിൽ പോലും കേവലം 5 സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. ഇതിൽ ജയിച്ചതിൽ ഈ റാന്നി പോലെയുള്ള CPMന്റെ സിറ്റിംഗ് സീറ്റുകളുമുണ്ട്. തൊട്ടിപ്പുറത്തെ പാലായ കടുത്തുരുത്തി പോലെ കേരള കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച സീറ്റുകൾ അവിടെ പാർട്ടി പരാജയപ്പെടുന്നു. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ 2 സീറ്റ്. അവിടെ പരാജയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂർ പോലെ സീറ്റ് CPM ജയിച്ചുകൊണ്ടിരുന്ന സീറ്റ് പരാജയപ്പെടുന്നു. ചാലക്കുടി സീറ്റ് പരാജയപ്പെടുന്നു. തുടർച്ചയായി CPM ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അങ്ങനെ നൽകിയ സീറ്റിൽ തന്നെ CPMന്റെ സിറ്റിംഗ് സീറ്റ് പോലും പലയിടത്തും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. തങ്ങൾക്ക് ഇതിൽ കൂടുതൽ സീറ്റ് വേണം, ഇപ്പോൾ കിട്ടിയതിൽ കൂടുതൽ സീറ്റ് വേണം, കിട്ടിയ സീറ്റിൽ പരമാവധി ജയിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്, കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഫലത്തിൽ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ ഏതാണ്ട് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ജോസ് കെ മാണി വിഭാഗം ഇങ്ങനൊരു സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തെത്തിയത്. CPM സ്വാഭാവികമായും അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൊടുത്ത സീറ്റുകളിൽ തന്നെ പലയിടത്തും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനൊരു സമ്മർദ്ദ തന്ത്രം ജോസ് കെ മാണി ഉന്നയിക്കുന്നത് ഭാവി രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എത്രത്തോളമാണ് സീറ്റ് വിഭജന ചർച്ചകളിൽ ഇതിൽ തീരുമാനമുണ്ടാകുക എന്നുള്ളത് പ്രസക്തമാണ്. ഈ ഇപ്പുറത്ത് ഇപ്പോഴും UDF നേതാക്കളുടെ പ്രതികരണം കരുതലോടെയാണ്. ഇന്നലെ VD സതീശൻ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ തങ്ങൾ തകർക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കരുതലോടെ VD സതീശൻ സംസാരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഇന്ന് സംസാരിക്കുമ്പോഴും ഇത് കേരള കോൺഗ്രസ് എം അല്ല ഈ ചർച്ച നടത്തിയത്, ജനങ്ങളാണ് ചർച്ച നടത്തിയത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നാണ് എന്നൊരു കരുതൽ കുഞ്ഞാലിക്കുട്ടിയും കാണിക്കുന്നു. ആരും കേരള കോൺഗ്രസ് എമ്മിനെ ആക്രമിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും രാഷ്ട്രീയമായി പോലും കോൺഗ്രസിനെ എതിർക്കാൻ ആ നിലയിലൊരു എതിർപ്പ് ജോസ് കെ മാണിയും നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാവി രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി വേണം ഇപ്പോഴത്തെ ഈ 15 സീറ്റ് എന്ന ആവശ്യത്തെ കാണാൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള കോൺഗ്രസ് എം വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. വിസ്മയം എന്തെന്ന് മാധ്യമങ്ങളാണ് ഇപ്പോൾ തീരുമാനിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു.
കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം UDF ചർച്ച ചെയ്തിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അത് ചർച്ചയാക്കിയത് ജനങ്ങളാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സിറ്റിംഗ് സീറ്റുകളിൽ മാറ്റം ആലോചിച്ച് CPM ആലപ്പുഴ MLA PP ചിത്തരഞ്ജനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കാനാണ് ആലോചന. അങ്ങനെയെങ്കിൽ ജില്ലാ സെക്രട്ടറി R നാസറാകും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി. കായംകുളത്ത് U പ്രതിഭയ്ക്ക് പകരം KH ബാബുജാനെ മത്സരിപ്പിക്കുന്നത് CPMന്റെ പരിഗണനയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ സിറ്റിംഗ് സീറ്റുകളിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള കൂടിയാലോചനകളാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കായംകുളം, അമ്പലപ്പുഴ, ആലപ്പുഴ, അരൂർ മണ്ഡലങ്ങളിലാണ് മാറ്റങ്ങൾക്ക് ഉള്ള ആലോചന നടക്കുന്നത്. കായംകുളത്ത് സിറ്റിംഗ് MLA U പ്രതിഭയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രതിഭയെ മാറ്റി അവിടെ മുതിർന്ന CPM നേതാവായ KH ബാബുജാനെ പരീക്ഷിക്കാനുള്ള ഒരു ആലോചന ഉണ്ട്. അതിൽ തന്നെ KH ബാബുജാന് ഗുണകരമായി വരിക പാർട്ടി ഒറ്റക്കെട്ടായി അവിടെ KH ബാബുജാനെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ബാബുജാന് മറ്റ് എതിർപ്പുകളില്ല. CPMനുള്ളിലെ കായംകുളത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഗുണകരമായ ഒരു സാഹചര്യം ബാബുജാൻ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. മറ്റു വോട്ടുകൾ കൂടി ഏകീകരിച്ച് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി തന്നെ BJP ഉണ്ടാക്കിയ മുന്നേറ്റം CPM നേതൃത്വത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം വേണം എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ വിജയം ഒരു രീതിയിലും വോട്ടുകൾ ചോർന്നു പോകാത്ത രീതിയിൽ പാർട്ടി വോട്ടുകൾ കൂടി ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് ഏകീകരിച്ച് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി ബാബുജാന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ബാബുജാന്റെ പേര് കൂടി U പ്രതിഭയുടെ പേരിനെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ സജീവമായി കായംകുളത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നു. അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ MLA ആയ PP ചിത്തരഞ്ജനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ കൂടി ഉയരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അമ്പലപ്പുഴ PP ചിത്തരഞ്ജന്റെ സ്വന്തം നിയോജക മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ വീടുൾപ്പെടെ നിൽക്കുന്ന നിയോജക മണ്ഡലമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ധീവര വോട്ടുകളുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിനിടയിലുള്ള പ്രവർത്തന രീതി, ഒപ്പം തന്നെ കൂടുതൽ ബന്ധങ്ങൾ, അതൊക്കെ പരിഗണിച്ച് അമ്പലപ്പുഴ കുറെ കൂടി സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മത്സരിക്കാൻ ഉള്ള ചിത്തരഞ്ജൻ മത്സരിച്ചാൽ അത് ഗുണകരമാകും എന്നുള്ള രീതിയിലുള്ള കണക്കുകൂട്ടൽ CPMന് ഉണ്ട്. സീറ്റ് കുറച്ചുകൂടി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ചിത്തരഞ്ജനാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് വരുന്നു. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ നിലവിൽ PP ചിത്തരഞ്ജനാണ് സിറ്റിംഗ് MLA. എന്നാൽ അദ്ദേഹത്തിനെ മാറ്റി അമ്പലപ്പുഴയിലേക്ക് ചിത്തരഞ്ജൻ മാറുമ്പോൾ ആലപ്പുഴയിലേക്ക് CPM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ പേര് കൂടി പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈഴ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കണിച്ചുകുളങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. വെള്ളാപ്പള്ളി നടേശന് കൂടി താല്പര്യമുള്ള R നാസർ നിലവിൽ CPM ജില്ലാ സെക്രട്ടറിയാണ്. എന്നാൽ നാസറിനെ ആലപ്പുഴയിലേക്ക് പരിഗണിക്കണം, എന്നാൽ പരിഗണിച്ചാൽ നല്ലതാകും എന്നുള്ളൊരു കൂടിയാലോചനകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ കൂടി ഉയർന്നു വരുന്നു. അങ്ങനെയാണെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുള്ള ഒരു മണ്ഡലമായി ആലപ്പുഴ മാറുന്നു എന്നുള്ളതാണ്. അരൂരിലേക്ക് വരികയാണെങ്കിൽ അരൂരിലും അത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. ദലീമ ജോജയെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ഉയർന്നു വരുന്ന അഭിപ്രായം. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ദലീമ മത്സരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജയസാധ്യതയ്ക്ക്, പ്രത്യേകിച്ച് കടുത്ത മത്സരം നടക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജയം ഉറപ്പിച്ചുള്ള സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ദലീമ ജോജയ്ക്കായി എന്തായാലും സഭയടക്കം ഇടപെടൽ നടത്തും. അങ്ങനെയാണെങ്കിൽ വീണ്ടും അത്തരമൊരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ തീരുമാനത്തിന് മാറ്റം വരാൻ ദലീമ തന്നെ തുടർന്നേക്കാൻ സാഹചര്യമുണ്ട്. പക്ഷേ അവിടേക്ക് CPMലെ തന്നെ തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ വന്നാൽ കുറച്ചുകൂടി ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ലാറ്റിൻ സഭയുടെ അടക്കമുള്ള ഒരു പിന്തുണ ലഭ്യമാകും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ആലോചിക്കുന്നു. AM ആരിഫ് അടക്കമുള്ള പേരുടെ പേരുകളുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും നിലവിൽ ഈ 3 സിറ്റിംഗ് സീറ്റുകളിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ആലോചനകൾ ആലപ്പുഴയിൽ സജീവമായി നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തുടരുന്നതിനിടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ N ഷംസുദ്ദീന് വീണ്ടും അവസരം നൽകാൻ മുസ്ലിം ലീഗ്. മണ്ണാർക്കാട് നഗരസഭ മുൻ ചെയർമാൻ ഫായിദ ബഷീറിനെ മത്സരിപ്പിക്കണമെന്ന് ഷംസുദ്ദീനെ എതിർക്കുന്നവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഷംസുദ്ദീൻ മാറിയാൽ വിജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മണ്ണാർക്കാട്
പാലക്കാട് ജില്ലയിൽ ലീഗ് വിജയിച്ചു വരുന്ന ഒരു സീറ്റാണ്. കഴിഞ്ഞ 3 തവണ ആയിട്ട് എൻ ഷംസുദ്ദീൻ MLA ആണ് അവിടെ. ഇത്തവണ അദ്ദേഹത്തിന് പകരം മണ്ണാർക്കാട് തന്നെയുള്ള ആരെങ്കിലും മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് നഗരസഭയിലെ മുൻ ചെയർമാനായി ഇപ്പോഴത്തെ വൈസ് ചെയർമാനായിട്ടുള്ള ഫായിദ ബഷീറിന് വേണ്ടിയാണ് ലീഗിലെ ഒരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നത്. ഫായിദ ബഷീർ അവിടെ മണ്ണാർക്കാടുകാരൻ തന്നെയാണ്. മാത്രമല്ല അവിടെ പ്രാദേശികമായിട്ട് അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. എൻ ഷംസുദ്ദീൻ അദ്ദേഹം 3 തവണയായിട്ട് മണ്ണാർക്കാട് നിന്ന് ജയിക്കുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ ഇത്തവണ അത്തരത്തിൽ മണ്ണാർക്കാടുള്ള ഒരാൾക്ക് തന്നെ അവസരം കൊടുക്കണമെന്ന ഒരു ആവശ്യമാണ് ലീഗിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഇതേ ആവശ്യം ഉന്നയിച്ചവർ പാണക്കാടെത്തി ലീഗ് നേതൃത്വത്തെ കാണുകയും ചെയ്തു. എന്നാൽ അതേസമയം ഫായിദ ബഷീറിൻ്റെ മറുഭാഗത്തുള്ളവർ എൻ ഷംസുദ്ദീൻ തന്നെ മത്സരിക്കണമെന്ന ആവശ്യവുമായിട്ടും ലീഗ് നേതൃത്വത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ അവർക്ക് പറയാനുള്ളത് നേതൃത്വത്തെ അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ സാഹചര്യത്തിൽ എൻ ഷംസുദ്ദീൻ തുടരുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, ഇത്തവണ നിയമസഭയിൽ പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ലീഗ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ ഷംസുദ്ദീന് പകരം മറ്റൊരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ വിജയിച്ച് കയറാനുള്ള സാധ്യതകൾ കുറവാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള എൻ ഷംസുദ്ദീൻ വിജയിച്ച് കയറിയ ഒരു സീറ്റ് കൂടിയാണ് മണ്ണാർക്കാട്ടേത്. അദ്ദേഹം AP വിഭാഗത്തിൻ്റെ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ആദ്യം വിജയിച്ചത്. സ്വാഭാവികമായിട്ടും എൻ ഷംസുദ്ദീൻ അവിടെ വിജയിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ അത്തരത്തിൽ എല്ലാ വിഭാഗക്കാരും സ്വീകാര്യതയും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ലീഗിലെ പ്രാദേശിക പ്രശ്നങ്ങളെ മറികടക്കുവാൻ എൻ ഷംസുദ്ദീൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് സാധിക്കുമെന്നും ലീഗ് നേതൃത്വം കരുതുന്നു. അതിന് പുറമെ ഇനി എൻ ഷംസുദ്ദീൻ അല്ലെങ്കിൽ അവിടെ ഈ ഫായിദ ബഷീറിന് പുറമെ മറ്റു പല പേരുകളും ഉയരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി രംഗത്ത് വരികയും അത് ലീഗിനുള്ളിൽ ആഭ്യന്തര പ്രശ്നമാവുകയും സ്വാഭാവികമായിട്ടും വിജയിച്ച് വരേണ്ട ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നും വിലയിരുത്തില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് എൻ ഷംസുദ്ദീന് ഒരിക്കൽ കൂടി മണ്ണാർക്കാട് അവസരം ലീഗ് നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 3 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കണമെന്നൊക്കെ ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും പല MLA-മാർക്കും അതിൽ ഇളവ് നൽകുന്നുണ്ട്. അതിന് ഇളവ് നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ ഷംസുദ്ദീൻ്റെ പേരും ആ ഇളവ് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് ഇപ്പോൾ ഉയർന്ന ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് ലീഗ് നേതൃത്വം എൻ ഷംസുദ്ദീനെ തന്നെ പിന്തുണയ്ക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൻ ഷംസുദ്ദീൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മണ്ണാർക്കാട് മത്സരിക്കുമെന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. CV അനുമോദ്, ന്യൂസ് 18. മലപ്പുറം പൊന്നാനിയിൽ പാർട്ടി ഓഫീസിനകത്ത് ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി CPM പ്രവർത്തകർ. എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഏറ്റുമുട്ടൽ. ഓഫീസ് ഉപകരണങ്ങളും പ്രവർത്തകർ അടിച്ചു തകർത്തു. പൊന്നാനി എരമംഗലം മുതുക്കല ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ ചൊല്ലിയാണ് CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു സംഘർഷം. വെളിയങ്കോട്, എരമംഗലം പ്രദേശങ്ങളിലെ പാർട്ടി പ്രവർത്തകരാണ് തമ്മിൽ തല്ലിയത്. കെട്ടിടത്തിലെ DYFI ഓഫീസും അടിച്ചു തകർത്ത നിലയിലാണ്. ഓഫീസ് ഉപകരണങ്ങളും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് നശിപ്പിച്ചു. ഓഫീസിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ, ഫ്രീസർ, ബൾബ്, TV ഉൾപ്പെടെ അടിച്ചു തകർത്തിട്ടുണ്ട്. വെളിയങ്കോട്ടെ CPM പ്രവർത്തകരാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് എരമംഗലത്തെ പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ വെളിയങ്കോട്ടെ പാർട്ടി നേതൃത്വം ഇത് നിഷേധിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകർക്കെതിരെ പാർട്ടി നടപടിയുണ്ടായേക്കും. ന്യൂസ് 18 മലപ്പുറം. ജനതാദൾ എസ് സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിച്ച് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പുതിയ പാർട്ടിയായി. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ലയന സമ്മേളനം മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് K സുരേഷ്, ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് MLA-ക്ക് പതാക കൈമാറിയാണ് ലയന പ്രഖ്യാപനം നടത്തിയത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് മാത്യു ടി തോമസിനെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷനായും തെരഞ്ഞെടുത്തു. കേരളത്തിൽ LDF-നും കേന്ദ്രത്തിൽ NDA-ക്കും ഒപ്പമെന്ന പേരുദോഷം തിരുത്തിയാണ് 2 MLA-മാർ ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ചേരുന്നത്. ഇതോടെ 3 വർഷത്തോളം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനാണ് അവസാനമാവുന്നത്. LDF-നെതിരെ പരസ്യ പ്രതികരണവുമായി ഘടകകക്ഷിയായ ജനതാദൾ എസ്. കേരള കോൺഗ്രസ് എമ്മിന് മുന്നണിയിൽ അമിത പ്രാധാന്യം നൽകുന്നുവെന്ന് ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി സനൽ മംഗലശ്ശേരി ആരോപിച്ചു. വർഷങ്ങളായി LDF-ലുള്ള ജനതാദളിനേക്കാൾ ഇടുക്കിയിൽ കൂടുതൽ സീറ്റുകൾ പുതുതായി എത്തിയ കേരള കോൺഗ്രസ് എമ്മിന് നൽകി. LDF യോഗങ്ങൾ പോലും അറിയിക്കുന്നില്ലെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും ലഭിച്ചില്ലെന്നും പരാതിയുണ്ട്. പ്രതിഷേധമായി ഉടുമ്പൻചോല നിയോജക മണ്ഡലം LDF കൺവീനർ സ്ഥാനം സനൽ മംഗലശ്ശേരി രാജിവെച്ചു. വിവാദമായ കെവിൻ വധക്കേസിൽ മാപ്പുസാക്ഷിയായ യുവാവ്
ഷിനുമോനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പുനലൂർ ജംഗ്ഷനിലെ തോട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. പുനലൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതിന് നന്ദി പറഞ്ഞ് സിസ്റ്റർ റാനറ്റ്. സർക്കാരിനും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദി. ആവശ്യപ്പെട്ട അഭിഭാഷകനെ തന്നെയാണ് സർക്കാർ അനുവദിച്ചു തന്നതെന്നും സിസ്റ്റർ പറഞ്ഞു. മലപ്പുറം കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ കൊലപാതകം പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നെന്ന് പോലീസ്. 16 വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. 14-കാരിയുടെ കൊലപാതകത്തിൽ 16-കാരന് മാത്രമാണ് പങ്ക് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുള്ള പ്രണയത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. മലപ്പുറം SP R വിശ്വനാഥിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിനു മുൻപ് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്ത സാഹചര്യത്തിലായിരുന്നു കുട്ടിയെ കുറിച്ച് വീട്ടുകാർ കാണാനില്ല എന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത്. അതിനിടെ ഈ കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ച് ഏറെ വൈകാതെ വരുമെന്ന് പറഞ്ഞതായും വിവരങ്ങളുണ്ട്. ആ വിളിച്ചത് ഈ യുവാവിൻ്റെ ഫോണിൽ നിന്ന്, അല്ലെങ്കിൽ 16-കാരൻ്റെ ഫോണിൽ നിന്നാണെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ തന്നെ സംശയം പ്രകടിപ്പിച്ച ഈ 16-കാരനെ കേന്ദ്രീകരിച്ച് തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതും ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതും. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതിൽ അസ്വാരസ്യങ്ങളാണ് ഈ ഒരു കൊലപാതകത്തേക്ക് നയിച്ചത്. ഈ 16-കാരന് ഈ കുട്ടിക്ക് മറ്റാരുമായിട്ടോ ബന്ധമുണ്ടെന്ന് സംശയമുണ്ടായിരുന്നു. അതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വിശദമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. ഈ മൊബൈൽ ടവർ ലൊക്കേഷൻസ് കേന്ദ്രീകരിച്ചും മറ്റുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം. നിലവിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. ഇയാൾക്ക് 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിലേക്കാണ് ഈ പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല മലപ്പുറം SP-യുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP-ക്കാണ് ഉള്ളത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കാസർഗോഡ് പുഷ്പലത കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി പരമേശ്വരനെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മലപ്പുറം ജില്ലാ കളക്ടർക്കെതിരെ തിരുനാവായ നിള മാഘമഹോത്സവം സംഘാടക സമിതി. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ കളക്ടർ ഇതുവരെ തയ്യാറായില്ല എന്നാണ് വിമർശനം. കളക്ടറുടേത് സുതാര്യമായ നിലപാടല്ലെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ആരോപിച്ചു. മറ്റന്നാൾ മുതലാണ് നിള മാഘമഹോത്സവം. അട്ടപ്പാടിയിൽ തണ്ടപ്പേർ കിട്ടാത്തതിനാൽ വീണ്ടും ആത്മഹത്യ. ചിറ്റൂർ പുലിയറ സ്വദേശി ഗോപാലകൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തത്. തെങ്കരയിൽ വാടക വീട്ടിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. വിഷം കഴിച്ച ഗോപാലകൃഷ്ണൻ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കാലിലെ അസുഖത്തിന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും വായ്പയെടുത്തത് ജപ്തി നടപടിയിലേക്ക് കടന്നുവെന്നും ഭൂമി വിൽക്കാൻ കഴിയാത്തതിൽ ഉള്ള മനോവിഷമത്തിൽ വിഷം കഴിച്ചതായും ഫോണിൽ വിളിച്ച് സഹോദരൻ പ്രഭാകരനോട് പറഞ്ഞിരുന്നു. 4 മാസം മുൻപ് അട്ടപ്പാടിയിലെ നരസിംഹക്ക് ഇരട്ടക്കുളത്ത് തണ്ടപ്പേർ കിട്ടാത്തതിനാൽ കാവുണ്ടിക്കൽ സ്വദേശിയായ 52 വയസ്സുള്ള കൃഷ്ണസ്വാമിയും ആത്മഹത്യ ചെയ്തിരുന്നു. കണ്ണൂരിൽ CPM സമരത്തിൽ പങ്കെടുക്കാത്തതിന് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ജോലി നിഷേധിച്ചതായി പരാതി. കണ്ണൂർ പേരാവൂരിലായിരുന്നു സംഭവം. മുരിങ്ങോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിയാണ് ജോലി നഷ്ടമായത്. തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിച്ച സമരത്തിൽ ഇവർ പങ്കെടുത്തിരുന്നില്ല.
ഇത് കാരണമായി പറഞ്ഞ് ഒപ്പം ജോലി ചെയ്തിരുന്നവരാണ് ലക്ഷ്മിയെ തിരിച്ചയച്ചത്. സംഭവം അന്വേഷിക്കാൻ എത്തിയവരോടും ഇവർ ഇത് തന്നെ ആവർത്തിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ അതുകൊണ്ട് എല്ലാരും പറഞ്ഞു. പിന്നെ അങ്ങനെ അതുകൊണ്ട് കുറെ ആൾക്കാർ 42 പണിയേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നുകൊണ്ട് പണി തരുന്നതാണ്. അപ്പോൾ 42 പണി ആയതുകൊണ്ട് ഇന്നലെ തൊഴിലുറപ്പ് സമരത്തിന് വരാത്ത ആൾക്കാർ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി കൊടുത്തു. അപ്പൊ ഉഷേത്ത് പണി എടുത്തില്ല. തൊഴിലാളിയായി ഇന്നലെ സമരത്തിന് വന്നിട്ടില്ലല്ലോ. ഇല്ല, അല്ല ഓരോരുത്തർ ഉടമാന്നൊരു. പാലക്കാട് ധോണി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. സെയിന്റ് തോമസ് നഗറിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. 2 കാട്ടാനകളാണ് മേഖലയിൽ ഭീതി പരത്തിയത്. വൈദ്യുതി വേലി തകർത്താണ് ആനകൾ ജനവാസ മേഖലയിലെത്തിയത്. രാത്രി വൈകിയും ഇവ പ്രദേശത്ത് തുടർന്നു. വനം വകുപ്പും RRT സംഘവും ആനകളെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. പാലക്കാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. ഇന്ന് രാവിലെയാണ് നെന്മാറ വിത്തിനിശ്ശേരിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടത്. മേഖലയിൽ ഏറെ നാളായി പുലിശല്യമുണ്ടായിരുന്നു. പ്രദേശത്തെ ഒരു വീട്ടിൽ പുലി പട്ടിയെ പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട CCTV ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കൂട്ടിലകപ്പെട്ട പുലിയെ പോത്തുണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ഇടുക്കി മൂന്നാർ ഇടമലക്കുടിയിൽ പകലിറങ്ങിയ കാട്ടാനകൾ 2 വീടുകൾ തകർത്തു. പഞ്ചായത്തിലെ മീൻകുത്തിക്കുടി സ്വദേശികളായ തങ്കരാജ്, പത്മാവതി എന്നിവരുടെ വീടുകളാണ് തകർത്തത്. 9:30യോടെ 4 ആനകളാണ് കൃഷിയിടത്തിലിറങ്ങിയത്. വീട്ടുകാർ മറ്റു വീടുകളിലേക്ക് മാറിയിരുന്നതിനാൽ അപകടം ഒഴിവായി. കഴിഞ്ഞ 2 മാസമായി ഇടമലക്കുടി പഞ്ചായത്തിലെ വിവിധ സെറ്റിൽമെന്റുകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം ഉൾപ്പെടെയുള്ള കൃഷികളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. മൂന്നാർ ടൗണിൽ പകൽ സമയത്ത് കാട്ടാന ശല്യം രൂക്ഷമാവുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങി. പടയപ്പ എന്ന കാട്ടാനയും 2 കുട്ടിയാനകളും അടങ്ങുന്ന സംഘമാണ് തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചത്. ഇതോടെ പ്രദേശത്തെ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് വനപാലകരും പോലീസും എത്തിയാണ് ആനകളെ കാട് കയറ്റിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് സമാനമായ സംഭവം. തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 പേർക്ക് പരിക്ക്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കൊടകര MBA കോളേജിൽ നിന്നുള്ളവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം കുറ്റിപ്പുറത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ദേശീയപാത 66-ലെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. നിലമ്പൂർ സ്വദേശിനി റിഫയാണ് മരിച്ചത്. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് റോഡിൽ വീണ റിഫയുടെ ശരീരത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം കയറിയിറങ്ങുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന വെണ്ടല്ലൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് സെന്റ് ജോസഫ്സ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു റിഫ. നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ നീന്തൽക്കുളത്തിൽ വീണ് 12കാരന് ദാരുണാന്ത്യം. മലയിൻകാവ് ഉള്ളുവിള വീട്ടിൽ ഷമീന ഷാജി ദമ്പതികളുടെ മകൻ നിയാസാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. നിയാസും സഹോദരൻ ഫയാസ്, സുഹൃത്ത് അബി എന്നിവർ കുളിക്കാനെത്തിയതായിരുന്നു. നിയാസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സഹോദരന്റെയും കൂട്ടുകാരന്റെയും നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉണ്ടങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസവും മലയിൻകാവ് സ്വദേശികളായ 2 കുട്ടികൾ സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് നാട്ടുകാരാണ് കുട്ടികളെ രക്ഷിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് 13,180, പവന് 1,05,440 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 10,920 രൂപ, പവന് 87,360 രൂപ. വെള്ളി ഗ്രാമിന് 295 രൂപ, കിലോഗ്രാമിന് 2,95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവും. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.